പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിനുറവിടമായ കർത്താവെ, ഇന്നേ ദിനം ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് ഞാൻ സ്തുതിച്ചാരാധിച്ച് മാത്രപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയും. നിന്റെ കാരുണ്യം, നിന്റെ സ്നേഹവും അനുഭവിച്ചറിഞ്ഞ് ഞങ്ങൾ ഓരോരുത്തരും നിന്റെ തിരുവിഷ്ടം പൂർണ്ണമായിട്ട് നിറവേറ്റുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് അങ്ങ് വിളിക്കുന്നുവല്ലോ. ദർശനങ്ങൾ വഴി അങ്ങേ സാമീപ്യം അനുഭവിച്ചറിയുവാൻ, ദർശനങ്ങൾ ബാലാമിന് കിട്ടിയപ്പോൾ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ലഭിച്ചുകൊണ്ട് അദ്ദേഹം പ്രവചിച്ചു. കർത്താവെ, എന്നാൽ അങ്ങേ വിമർശിച്ചവരെ കുറിച്ചാണ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തുക. ഫരിസേയർ അങ്ങയുടെ അരികിൽ വന്ന് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഈ അധികാരമെല്ലാം എവിടെ നിന്ന് കിട്ടി? ദേവാലയ ശുദ്ധീകരണത്തിന് ശേഷം എൻ്റെ ആലയം പരിശുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കച്ചവടക്കാരെ പുറത്താക്കുമ്പോൾ അതിൽ അസ്വസ്ഥമുണ്ട ഫരിസേയർ ചോദിക്കുകയാണ്, ആരാണ് നിനക്ക് ഈ അധികാരം തന്നത്? ആരാണ് നീ? ആരാണ്? ഈ ചോദ്യങ്ങളൊക്കെ അവരെ ചോദിച്ചത് അവനെ വാക്കിൽ കൊടുക്കുന്നതിന് വേണ്ടിയാണ്. അതിനൊരു ഉത്തരം കൊടുക്കാതെ മറുചോദ്യം കൊണ്ട് കർത്താവിൻ്റെ വാ അടയ്ക്കുന്നു. സ്നാപയോഹന്നാൻ്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ ഭൂമിയിൽ നിന്നോ? ഉത്തരം പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർക്ക് ജനങ്ങളെ ഭയമായിരുന്നു. കാരണം അവനെ ഒരു പ്രവാചകനായിട്ട് അവർ കണക്കാക്കിയിരുന്നത് കൊണ്ട് അവർ ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന ഉത്തരമാണ് നൽകിയത്. യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നില്ല, നിങ്ങളെനിക്ക് ഉത്തരം നൽകാത്തത്. വാക്കുമുട്ടിക്കുവാനും അവനെ വാക്കിൽ കുടുക്കുവാനും ആഗ്രഹിച്ചുകൊണ്ട് കടന്നു വന്നവരൊക്കെ നിരാശരായി പോകും. പലപ്പോഴും ഞങ്ങളുടെ ചുറ്റുമുള്ളവരെ വാക്കുമുട്ടിക്കുവാനും അസ്വസ്ഥപ്പെടുത്തുവാനും ഒക്കെ ഞങ്ങൾ പരിശ്രമിച്ച അവസരങ്ങളുണ്ട്. ഇന്ന് അതിനെല്ലാം ഓർത്ത് മാപ്പ് ചോദിക്കും. ഞങ്ങളുടെ വാക്കുവഴി ആരെങ്കിലും വേദനിച്ചുവെങ്കിൽ, മുറിവേറ്റുവെങ്കിൽ, തിരിച്ചെടുക്കാനാവാത്ത വിധം അവർക്ക് മുറിവേറ്റുകൊണ്ട് അസ്വസ്ഥപ്പെടുന്നുവെങ്കിൽ കർത്താവെ, ഞങ്ങളോട് ക്ഷമിച്ചുകൊണ്ട് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ വരവിനാൽ ഞങ്ങൾ കൂടുതൽ കൂടുതൽ അങ്ങയെ സ്നേഹിക്കുവാനും അങ്ങേ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യൂതന്മാരുടെ രാജാവായ നസ്രേക്കാരൻ യേശുവെ, പെട്ടെന്നുള്ള മരണത്തിൻ്റെ അപകടം ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈ രാത്രിയിൽ സുഖമായി നിദ്ര നൽകണമേ. പ്രഭാതത്തിൽ എഴുന്നേറ്റങ്ങ് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.